മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടും വടകരയ്ക്ക് ആവശ്യമായ പരിഗണന ലഭിച്ചില്ലെന്ന് UDF RMPI സ്ഥാനാർത്ഥി കെ രമ. വടകരയോട് സർക്കാർ രാഷ്ട്രീയ പകപോക്കലാണ് നടത്തിയതെന്നും കെ രമ പറഞ്ഞു. വടകര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ രമ. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട 2-3 സന്ദർഭങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ RDO ഓഫീസ് ആ സ്ഥലം അനുവദിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് അങ്ങ് ഇടപെട്ടെങ്കിൽ മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞ് നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിച്ചു. പിന്നെ അതിന് വേണ്ടി പറഞ്ഞതാണ്. മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിങ്ങിൽ തന്നെയാണ് ഞാനത് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു. മറ്റൊന്ന് പറഞ്ഞൊരു കാര്യം, നമ്മുടെ മാഹിപ്പുഴയിൽ നിന്ന് വലിയ തോതിലുള്ള ഉപ്പുവെള്ളം കയറി നമ്മുടെ പ്രദേശം മുഴുവൻ വലിയ പ്രശ്നമായിക്കൊണ്ടുതന്നെ. അപ്പം നിയമസഭയിൽ ഞാൻ ആ ചോദ്യം ചോദിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നമുക്ക് അനുവദിച്ച് കിട്ടണം. കാരണം ഇൻലാൻഡ് നാവിഗേഷൻ മുഖ്യമന്ത്രിയുടെ വകുപ്പ് കൂടിയാണ്. അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന് നമുക്ക് റെഗുലേറ്റർ കം ബ്രിഡ്ജ് അനുവദിച്ച് തരണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ച് കാര്യമാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എല്ലാ സമയത്തും പോയിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ എല്ലാ നിവേദനങ്ങളും എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അറിയാം. അതിന് സമയാസമയം എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഇല്ല എന്ന് പറയുന്നത് വെറുതെ എനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആവശ്യമായ സമയത്ത് വടകര മണ്ഡലത്തിന് വേണ്ടി, വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. 2021 ഞങ്ങൾ വന്ന സമയത്ത് 2 വർഷം പിന്നീട് കോവിഡ് വന്നു, ഫണ്ട് നിന്നു. കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾ പോയി പുതിയ പ്രപ്പോസൽ കൊടുക്കും. ഫണ്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല സർക്കാർ. പുതിയ പ്രപ്പോസലുകൾ വെക്കാതിരുന്നിട്ടല്ല, അതിന് ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ്. വടകരയ്ക്ക് ബഡ്ജറ്റ് ഫണ്ട് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. 15, 50, 40, 100 കോടിയൊക്കെ കൊടുത്ത മണ്ഡലങ്ങളുണ്ട്. ധർമ്മടം മണ്ഡലത്തിൽ 1200 കോടിയോ മറ്റോ കൊടുത്തിട്ടുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിൽ എത്ര കോടികൾ കൊടുത്തു. എന്തേ നമുക്ക് ആ കോടികൾ തരാതിരുന്നത്? അത് MLAക്കല്ലല്ലോ, വടകര മണ്ഡലത്തെയല്ലേ അവഗണിച്ചത്. 5 കോടി മാത്രമാണ്. അതിലപ്പുറത്ത് 1 രൂപ ഞങ്ങൾ ബാലഗോപാൽ മിനിസ്റ്റർ എടുത്ത്, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് 2 പ്രപ്പോസലെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ട് ഓരോ സമയത്തും നമ്മൾ ഇതും കൂടി അനുവദിച്ച് തരണം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അവരെ പോയി കണ്ട് നിവേദനം കൊടുക്കും ഓരോ ബഡ്ജറ്റ് വരുന്നതിൻ്റെ മുന്നേ. പക്ഷേ ആ ഫണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ കൊടുക്കുന്ന പോലെ എന്തുകൊണ്ട് വടകരയ്ക്ക് തന്നില്ല എന്നുള്ളതാണ് ചോദ്യം. വടകരയിൽ ജനങ്ങൾക്കല്ലേ തരാതിരുന്നത്, MLAക്കല്ലല്ലോ. MLA പ്രപ്പോസൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ പറയാം. അതെന്തുകൊണ്ട് വടകരയ്ക്ക് തന്നില്ല? ധർമ്മടം, ബേപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വാരിക്കോരി ഫണ്ട് അനുവദിച്ചപ്പോൾ വടകരയെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നുവെന്ന് കെ രമ പറഞ്ഞു. വടകരയുടെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടും മിക്കതിനും വേണ്ട പരിഗണന ലഭിച്ചില്ലെന്നും UDF RMPI സ്ഥാനാർത്ഥി കെ രമ പറഞ്ഞു. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വടകരയ്ക്ക് നല്ലൊരു വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതായും രമ പറഞ്ഞു. ചടങ്ങിൽ വടകര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് OK വിനോദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രദീപ് ചോമ്പാല നന്ദിയും പറഞ്ഞു. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞു. ഞാനത് പിന്നെ ഇതിനു വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ അടുത്ത് കൊടുത്ത നിവേദനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നിയമസഭയിൽ പ്രത്യേകമായി സബ്മിഷനായി അവതരിപ്പിച്ചു. ഇത്രയും ദുരിതമാണ് ഇവിടെയുള്ളത്, അത് അടിയന്തരമായി പരിഹരിക്കണം എന്നതാണ് എൻ്റെ സബ്മിഷനാണ്. ഒരു സബ്മിഷൻ ഉന്നയിക്കുന്ന, സബ്മിഷൻ എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. സബ്മിഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള നടപടിയാണ് പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. പക്ഷേ അന്ന് മന്ത്രി പറഞ്ഞ മറുപടി, ഇവിടെ ഒരുപാട് അതിൻ്റെ DPR തയ്യാറാക്കി വരുന്നു, അതെല്ലാം നടപ്പാക്കും, അതിൻ്റെ കുറേ ഫണ്ടുകൾ അനുവദിച്ചു കഴിഞ്ഞു, അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല, MLA അവിടെ പോവാത്തത് കൊണ്ടാണ് എന്ന് മന്ത്രി പ്രത്യേകമായിട്ട് ആ മറുപടിയിൽ പറയുകയാണ്. ഞാനവിടെ എൻ്റെ തൊട്ടടുത്ത പ്രദേശം ഞാൻ പോയിട്ടില്ല എന്ന് മന്ത്രി അവിടെ നിന്ന് പറയുകയാണ്. അപ്പം മന്ത്രി തന്നെ പറഞ്ഞതെല്ലാം പൂർത്തിയായി എന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ പറയുക? അപ്പം നമ്മളിത് കൊടുക്കാഞ്ഞിട്ടല്ല, സർക്കാർ അത് തന്നിട്ടില്ല എന്നുള്ളതാണ്. കൊയിലാണ്ടിക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടും വടകരയ്ക്ക് തന്നിട്ടില്ല. വടകരയ്ക്ക് ചോദിക്കാഞ്ഞിട്ടില്ല, ചോദിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ആ ഹാർബറിൽ ഒരുപാട് പ്രാവശ്യം തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മീറ്റിംഗ് വിളിക്കാനും അവിടെ പോവുകയും ഈ തൊഴിലാളികളൊക്കെ സംസാരിക്കുകയും ചെയ്തതാണ്. അതിലൊന്നും ഒരു വിഷയവുമില്ല. അതിപ്പം അത് സത്യത്തിൽ എന്താണ് ചെയ്യുന്നത്? സർക്കാരായിരുന്നു അത് ചെയ്യേണ്ടത്. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, CPM ആണ് ഭരിക്കുന്നത്. എന്തേ അവർ തരാതിരുന്നത്? അപ്പം അത് തരാതിരുന്നതിൻ്റെ രാഷ്ട്രീയ കാരണമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വടകര MLAക്ക് എത്ര ഫണ്ട് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനുവദിച്ച് തരേണ്ടതാണ്. വിഷയങ്ങളിൽ ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും കൂടി മുഖവിലക്ക് എടുത്തുകൊണ്ട് ഒരു ശ്രമം MLAയുടെ ഭാഗത്തുണ്ടായില്ല? അല്ല, ഞാനത് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. കാരണം അവിടെ സർവകക്ഷി വിളിക്കല്ല, ഞാൻ അതിന് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിൻ്റെ സാധനങ്ങൾ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയാണ് ചെയ്തത്.
സർക്കാരിൻ്റെ ഉൾപ്പെടെ ജനപ്രതിനിധികളും അവിടുത്തെ ജനപ്രതിനിധികൾ പിന്നെ അവിടുത്തെ മത്സ്യബന്ധന മേഖലയിലുള്ള തൊഴിലാളികളുടെ അവിടുത്തെ യൂണിയൻ്റെ ആളുകൾ അവിടുത്തെ ജനപ്രതിനിധികൾ ഇവരെല്ലാം വിളിച്ചിട്ട് അവിടെ യോഗം നടത്തിയിട്ടുണ്ട്. സർവകക്ഷിയല്ല ആ മേഖലയിലുള്ള ആളുകളെ യോഗം വിളിച്ച് ചോമ്പാലിൽ യോഗം ചേർന്നിട്ടുണ്ട്. അടുത്ത പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, അതൊക്കെ ചേർന്നിട്ടുണ്ട്, കൃത്യമായി ചേർന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഒക്കെ തയ്യാറാക്കി അവിടെ പോയിട്ട് ഒരു AI വീഡിയോ വരികയാണ്, AI ഫോട്ടോ വരികയാണ്, ഞാൻ അവിടുന്ന് കരഞ്ഞിറങ്ങുന്നത്, അത് മുഴുവൻ പ്രചരിപ്പിച്ചു. എത്ര ഹീനമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് നോക്കൂ. ഞാൻ ഏകദേശം 1.5 മണിക്കൂർ അന്ന് ആ ഹാർബറിൽ ചെലവഴിച്ചു. വളരെ സന്തോഷത്തോടെയാണ് ഹാർബറിലെ തൊഴിലാളികൾ മുഴുവൻ നമ്മളെ സ്വീകരിച്ചത്. അവിടെ ഒരു മെഗാ ക്ലീനിങ് നടത്തിയിരുന്നു MLA യുടെ നേതൃത്വത്തിൽ. ഒരു MLA മാരും അങ്ങനെ നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. MLA യുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുക. അതിൻ്റെ മുന്നേ സർവകക്ഷി യോഗം അവിടെ വിളിച്ചു ചേർത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മുഴുവൻ സംഘടനക്കാരെയും NCC ഉൾപ്പെടെ അവരുടെ പോലീസ്, കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ യോഗം ആദ്യം വിളിച്ചു ചേർത്തു, ഉദ്യോഗസ്ഥന്മാരുടെ. എന്നിട്ട് അവിടെ തീരുമാനിച്ചു നമുക്ക് ഈ ചോമ്പാൽ ഹാർബർ വൃത്തിയാക്കണം, കാരണം അത്രയേറെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തീരുമാനിച്ചു. അതിന് സർവകക്ഷി യോഗം വിളിച്ചത്. അപ്പം വിളിച്ചില്ല എന്ന് പറയുന്ന കാര്യം, അവിടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ആ തീരുമാനമെടുത്തു. നമുക്ക് അതിൻ്റെ ഡേറ്റ് കണ്ടു. ആ ഡേറ്റിന് ഞാനുൾപ്പെടെ നേതൃത്വം, ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി ഒരു രാവിലെ മുതൽ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മുഴുവൻ സാധനങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ട് പിന്നെ അവിടെ ഏറ്റവും ശുചിയായ ഒരു ഹാർബറാക്കി അന്ന് മാറ്റിയിരുന്നു. വീണ്ടും അതിൻ്റെ മാലിന്യങ്ങൾ തന്നെ പഴയ എത്രയോ വർഷങ്ങൾ മുന്നേയുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടുകളും ഒക്കെ കൊതുക് വന്ന് അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ, തൊഴിലാളികൾക്ക് അവിടെ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് എത്ര ലോഡ് സാധനങ്ങളാണ് അന്ന് അവിടുന്ന് കയറ്റി അയച്ചത് എന്നറിയാമോ? വലിയ JCB കൊണ്ടുവന്നു. ഇതൊക്കെ ആ ചോമ്പാൽ ഹാർബറിൽ നടത്തിയ പ്രവർത്തനമാണ്. അത് MLA യുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. ഉറപ്പായിട്ടും CPM ചന്ദ്രശേഖരനെ ഭയക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നേരത്തെ ഇപ്പം നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ 2008 ഒഞ്ചിയത്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, 2012 ഞങ്ങൾ കുലംകുത്തികളായി. ഇന്ന് കുലംകുത്തികളുടെ പ്രവാഹമാണ്. ഇനി എത്ര ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പം ആ പാർട്ടിക്കകത്ത് നടക്കുന്ന അത്രയേറെ ആഭ്യന്തര സംഘർഷങ്ങൾ അത് ഇനിയും പൊട്ടിപ്പുറപ്പെട്ട് മുന്നോട്ട് വരും എന്നതാണ്. അതൊക്കെ TP ആണ് അവർക്ക് കൊടുത്ത ധൈര്യം, ഒഞ്ചിയമാണ് അവർക്ക് കൊടുത്ത ധൈര്യം. ഇത്തരം വിമത ശബ്ദക്കാർക്ക് കൊടുക്കുന്ന, അവർക്ക് പറയാനുള്ള ധൈര്യം കിട്ടുന്നത്. ധൈര്യമില്ലാത്തത് കൊണ്ട് പലരും, ചന്ദ്രശേഖരൻ്റെ അനുഭവം ഉണ്ടാവുന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ അനുഭവത്തിന് ശേഷം CPM-ന് വല്ലാതെ ഭയമുണ്ട്. പാർട്ടിക്ക് വലിയ പ്രശ്നമുണ്ട്, ആളുകൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ TP ഒരു ഭയമായിട്ട് തന്നെ ആ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളത്.